ഹായ് നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചാലോ? വാ, ദേ നോക്കിക്കോണം. ഞാനിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഇതൊരു പുഷ് സ്റ്റാർട്ട് വാഹനമാണ്. ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്ലച്ച് ചവിട്ടി കഴിയുമ്പോഴത്തേക്കും ക്ലച്ച് അപ്ലൈ ചെയ്തു എന്നുള്ളൊരു ലൈറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തപ്പോൾ ദേ ഇങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ്, ഇങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ് നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം, ശ്രദ്ധിച്ചോണം. ഇങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ് നിങ്ങളുടെ വാഹനത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഇനി കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇപ്പൊ കാണിച്ച ലൈറ്റ് ആണ് ഒരു ഇമ്മൊബിലൈസർ ലൈറ്റ്. അതായത് വാഹനത്തിനെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഹനത്തിന്റെ താക്കോലിനകത്ത് ഒരു ചിപ്പ് വരുന്നുണ്ട്. ആ ഒരു ചിപ്പും നമ്മുടെ ഈ വാഹനത്തിന്റെ കീ, ഇത്രയും ഭാഗത്ത് ഒരു കീ ആന്റിന വരുന്നുണ്ട്. ആ കീ ആന്റിനയ്ക്കകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതായത് ആ വാഹനത്തിന്റെ കീ ഇതിനോട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സെയിം കീ തന്നെയാണെന്നുള്ളത് നമ്മുടെ BCMന് മനസ്സിലാവണം. അതായത് വാഹനം സ്റ്റാർട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിനിലേക്കുള്ള സപ്ലൈ, അതായത് കറണ്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള താക്കോൽ ഈ വാഹനത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ കണ്ട ആ ഒരു കാര്യം കാണിച്ചത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന്റെ താക്കോൽ താഴെ വീഴുകയോ പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, പൊട്ടിപ്പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ആ താക്കോൽ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഈ കാണിച്ച സെയിം താക്കോലിന്റെ ഒരു പടം, ഒരു കാറിന്റെ പടം, അല്ലെങ്കിൽ വെറും ഒരു കീയുടെ പടം ഇങ്ങനെയൊക്കെ കാണിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് അല്ലെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം ഒരു കാരണവശാലും സ്റ്റാർട്ട് ആകത്തില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇമ്മൊബിലൈസർ യൂണിറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ താക്കോലിന്റെ ചിപ്പിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, താക്കോല് താഴെ വീണിട്ടുണ്ടോ, അല്ലെങ്കിൽ വെള്ളത്തിൽ പോവോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം ഇഷ്യൂ കാണിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്മൊബിലൈസർ കിറ്റ്, നമ്മുടെ വാഹനത്തിൽ വരുന്ന ഇമ്മൊബിലൈസർ കിറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഫീച്ചറിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതായത് വാഹനം ആരും മോഷ്ടിച്ചുകൊണ്ട് പോവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇമ്മൊബിലൈസർ കിറ്റ് എന്ന് പറയുന്നത്. ആ ഇമ്മൊബിലൈസർ യൂണിറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ആകത്തില്ല. പിന്നെ എന്താണ് അടുത്ത് ചെയ്യാൻ സാധിക്കുന്നത്? അതായത് ഇങ്ങനെ ഒരു ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ സ്പെയർ കീ ഒന്ന് എടുത്ത് നോക്കുക. അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വാഹനത്തിന്റെ സ്പെയർ കീ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കീ എടുത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എന്നിട്ടും സ്റ്റാർട്ട് ആകുന്നില്ലെങ്കിൽ താക്കോലിന്റെ പ്രശ്നമല്ല, ഈ പറയുന്ന പോലെ ഇമ്മൊബിലൈസർ യൂണിറ്റിന്റെ തന്നെയാണ്. ഉടനെ തന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം എവിടെയാണോ സർവീസ് ചെയ്യുന്നത് സർവീസ് സെന്ററിൽ വിളിച്ച് പറയുക, അവർ ഇൻഫോം ചെയ്യാം. ഒന്നെങ്കിൽ ഇത് ക്രെയിനിൽ കൊണ്ടുപോകേണ്ടി വരും, കാരണം വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇനി അതല്ല നിങ്ങളുടെ വാഹനത്തിന്റെ താക്കോലിന് എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ താക്കോല് മാത്രമായിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നം മാറുന്നതായിരിക്കും. പക്ഷെ താക്കോല് ജസ്റ്റ് റീപ്ലേസ് ചെയ്യാനും പറ്റത്തില്ല. താക്കോല് നമുക്ക് ഇതുമായിട്ട് പെയർ ചെയ്യാണ് ചെയ്യേണ്ടത്. ആ പെയർ ചെയ്യാൻ വേണ്ട ഒരു പ്രോഗ്രാമിംഗ് തന്നെയാണ്, കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്താൽ മാത്രം നമ്മുടെ ഈ വാഹനം പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കഴിവതും നിങ്ങളുടെ വാഹനത്തിന്റെ താക്കോൽ, ഇപ്പം വരുന്ന താക്കോൽ നമുക്കറിയാം റിമോട്ട് ഉൾപ്പെടെ ഉള്ളതാണ്. കഴിവതും അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് ഒന്ന് സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഈ കണ്ടെടുത്തൊക്കെ കൊണ്ടുപോയി നമ്മൾ വലിച്ചെറിയുക, എവിടെയെങ്കിലൊക്കെ കൊണ്ടിടുക, പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് ഒരു ഡെഡിക്കേറ്റഡ് പാർട്ടാണ്. നമുക്ക് കാണുമ്പോൾ ജസ്റ്റ് ഒരു താക്കോലായിട്ടാണ് തോന്നുമെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് കമ്പോണൻസ് ഒക്കെ ഉണ്ട്. കഴിവതും താഴോട്ട് ഇടാനോ അല്ലെങ്കിൽ പിള്ളേരുടെ കളിക്കാനോ ഒക്കെ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.